ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പെയിന്റിങ്ങിൽ തന്നെ തുടങ്ങാം. എത്ര രൂപയായി ഇതിന് 14 രൂപ പെയിന്റിംഗ് കോസ്റ്റ്. 14 രൂപ. ശരിക്കും പറഞ്ഞാൽ 14 രൂപയ്ക്ക് ഈ കസ്റ്റമർ ഈ വണ്ടി കൊണ്ടുവന്ന് അവരെ കൊടുത്താൽ ആ പൈസയ്ക്ക് അവരെ അടിക്കത്തില്ല. പക്ഷേ അത് ഞാൻ മെക്കാനിക് ആയതുകൊണ്ടും എൻ്റെ ഇത് വെച്ചിട്ടാണ് ആ പൈസയ്ക്ക് പെയിന്റ് അടിക്കുന്നത്. അത് മിക്കവർക്കും അറിയാവുന്ന കേസാണ്. ബുള്ളറ്റ് പെയിന്റ് അടിക്കാൻ 18, 19, 20 ഒക്കെ മേടിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഇതിൽ കൊണ്ടുവരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അവർ ആ പൈസയ്ക്ക് ചെയ്തു തരുന്നത്. വണ്ടി ഒരുപാട് കൊടുക്കുന്നതുകൊണ്ടും അങ്ങനെ. അതെ, അത് ഉറപ്പാണ്, അങ്ങനെ ആയിരിക്കും. അടുത്തത് എന്തൊക്കെ പാർട്സ് മാറിയിട്ടുണ്ട്? ഇതിൽ മാറിയത് 2 സ്വിച്ചസ് മാറി, 2 ത്രോട്ടില്, 2 എൻഡ് വെയിറ്റ്, ലിവർ 2 മാറിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് MC കിറ്റ് കംപ്ലൈൻ്റ് ആയിരുന്നു, അത് മാറി. പിന്നെ 4 ഇൻഡിക്കേറ്റർ, ഈ നമ്പർ പ്ലേറ്റ് ക്ലാമ്പ്, ക്യാപ്പ് ഇല്ലായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. ഡിസ്ക് പാഡ്, പിന്നെ സ്പീഡോമീറ്റർ കേബിൾ, അതിൻ്റെ ഗിയർ സെറ്റ്, ക്ലച്ച് കേബിള്, ആക്സിലേറ്റർ കേബിള്, ബാക്ക് ബ്രേക്ക് ഷൂ, 2 ഷോക്ക് മാറി, ബാക്ക് എടുത്ത് 2 ഫുഡ് റെസ്റ്റ്, സൈഡ് സ്റ്റാൻഡ് മാറി. പിന്നെ സൈഡ് സ്റ്റാൻഡ് MG എന്ന് പറയും, ഈ പ്ലാറ്റ്. ഇത് പോയാൽ വണ്ടി ഒരുപാട് ചരിഞ്ഞ് കിടക്കും, അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റെയിനർ മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഈ 2 സിങ്ങാമിൻ്റെ ക്യാപ്പ്. പിന്നെ നമ്മൾ 2 കമ്പി പുതിയതാണ്. കമ്പി നമ്മളങ്ങനെ പ്ലാറ്റ് ചെയ്യിക്കാറില്ല, മാക്സിമം പ്ലാറ്റ് ചെയ്യിക്കാറില്ല. കമ്പി എന്ന് പറയുമ്പോഴത്തേക്ക് വീലിൻ്റെ സ്പോക്സ് കമ്പി അത് പുതിയതാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ സിങ്ക് ചെയ്ത് പോലെ എടുക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് കാര്യം ബെൻഡിങ് കാര്യങ്ങളൊക്കെ കാണും. പുതിയതിനും പ്ലാറ്റ് ചെയ്യുന്നതിന് സിങ്ക് ചെയ്യിക്കുന്നതിന് റാറ്റ് സെയിം ആണ്, അതുകൊണ്ട് പുതിയത് തന്നെയാണ്. പിന്നെ കിക്കറും പുതിയതാണ്. കിക്കറും അങ്ങനെ പ്ലാറ്റ് ചെയ്യിക്കാറില്ല, തേയ്മാനം വരുന്നുണ്ട്. ക്രാഷ് കാർഡൊക്കെ പ്ലാറ്റ് ചെയ്ത് വെച്ചത്, കസ്റ്റമർ അത് തന്നെ ചെയ്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു.